ബിഗ് ബോസ് പ്രേക്ഷകർ ഈ കഴിഞ്ഞൊരാഴ്ചക്കാലം നിരന്തരം ലാലേട്ടനോടും ബിഗ് ബോസിനോടും ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. ജയിലിനകത്ത് നടന്ന തോന്നിയാസങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത്. അതായത് ജിൻഡോയും ജാസ്മിനും കൂടി ജയിലിൽ കിടക്കുന്ന സമയത്തുണ്ടായ പ്രശ്നങ്ങൾ. രണ്ടുപേർക്കും അതിനകത്ത് തുല്യ പങ്കാളിത്തമുണ്ട്. എന്നിരുന്നാൽ പോലും ജിൻഡോയെ ജാസ്മിൻ അടിച്ചു എന്നുള്ളത് അത് പരക്കെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. പക്ഷേ ഇന്ന് ആ വിഷയം അവിടെ ഒരു ചർച്ചയായതേയില്ല. ജസ്റ്റ് ഒരു വാക്കിൽ ജിൻഡോയെ അടിച്ചിരുന്നു അല്ലേ, അതെ, അവൾ എന്നോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്തതാണ്, എനിക്കതിനകത്ത് വിഷയമില്ല എന്ന് ജിൻഡോ പറഞ്ഞു വിട്ടു. അവിടെ കൊണ്ട് ആ പ്രശ്നം തീരുകയാണ്. ലാലേട്ടാ, ഇത് വളരെ തരം താഴ്ന്നിരുന്ന നടപടിയായിപ്പോയി. നിങ്ങളെ വളരെ ബഹുമാനിക്കുന്നു ഞങ്ങളൊക്കെ. പക്ഷേ ആ ബഹുമാനമെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, കുറച്ചുകൂടി ആകാമായിരുന്നു. പ്രേക്ഷകർ ചോദിക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? ജാസ്മിന്റെ കാര്യം മാത്രം വരുമ്പോൾ എന്തോ ഒരു സോഫ്റ്റ് കോർണർ. നിങ്ങൾ ജാസ്മിന് കപ്പ് കൊടുത്തേക്കാം എന്ന് നേരത്തെ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പുറം ലോകത്തെ ചർച്ചകളാണ്. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമായിട്ട് പറയുന്നത്. വാസ്തവത്തിൽ ഇതൊക്കെ ശരിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണല്ലോ ഈ എപ്പിസോഡിൽ വീണ്ടും കാണുവാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഒരു പുരുഷനെ ജയിലിനകത്ത് വെച്ചൊരു സ്ത്രീ എല്ലാവരും നോക്കി നിൽക്കെ പരസ്യമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തല്ലുമ്പോൾ അതിന് ഒരു കൃത്യമായ വാണിംഗ് പോലും കൊടുക്കാതെ അതിനെ എത്രത്തോളം ലഘൂകരിക്കുവാൻ കഴിയുമോ അതിന്റെ മാക്സിമം ലഘൂകരിച്ചു വിട്ടുകളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ ഉള്ള ബഹുമാനം മുഴുവനും അങ്ങ് ഒലിച്ചിറങ്ങി നഷ്ടപ്പെട്ടു പോവുകയാണ് ലാലേട്ട. അതുപോലെ തന്നെ അടുക്കളക്കകത്ത് നടന്ന പ്രശ്നങ്ങൾ, അൻസിബയോടുള്ള ബന്ധത്തിൽ അൻസിബയ്ക്ക് പാരിതോഷികമൊക്കെ കൊടുത്തു. പക്ഷേ അടുക്കള ഡ്യൂട്ടി ഏൽപ്പിച്ച ഒരു വ്യക്തി, അവർക്ക് അസുഖമുണ്ട് ശരിയാണ്, പക്ഷേ അവർ ഗെയിമിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നതും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അവരൊരു കിടപ്പ് രോഗിയല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വിശദീകരണം ലാലേട്ടൻ ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചു. നോറയൊക്കെ കത്തിക്കയറുകയായിരുന്നു. എന്നിട്ട് നോറ ലാലേട്ടന് വിട്ടുതരികയാണ്. ലാലേട്ടൻ അതിന്റെ മേൽ ആക്ഷൻ എടുക്കുവാൻ, മറുപടി പറയാൻ പോലും. അത് കേട്ട ഭാവം പോലും ലാലേട്ടൻ നടിച്ചില്ലല്ലോ. എന്തായാലും വളരെയധികം സങ്കടം തോന്നുകയാണ്. പന്തിയിൽ പക്ഷാഭേദം കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് മറ്റു ചിലരൊക്കെ ആയിരുന്നുവെങ്കിൽ അവിടെ എന്തായിരുന്നിരിക്കാം പുകില് നിങ്ങളൊക്കെ നടത്തുക. അപ്പോൾ ജാസ്മിനോട് മാത്രം കാലങ്ങളായി തുടർന്നു വരുന്ന ഈ സോഫ്റ്റ് കോർണർ മെന്റാലിറ്റി അത് കൃത്യമായിട്ടും ഇപ്പോൾ ജനം സംശയിക്കുകയാണ്. അത് സത്യമായിരുന്നു എന്നുള്ളത് തന്നെ. എന്തായാലും എപ്പിസോഡ് കാണുവാൻ വേണ്ടിയിരുന്ന പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ അവർക്കൊക്കെ പുല്ലുവിലയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുന്നമേ കൂട്ടി തയ്യാറാക്കിയ നാടകങ്ങളൊക്കെ അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുക. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം.